ഓം ശാന്തി. 5/6/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ പ്രഭു കുമാരന്മാരിൽ നിന്നും രാജകുമാരന്മാർ ആകുന്നവരാണ്. നിങ്ങൾക്ക് ഒരു വസ്തുവിനോടും ആഗ്രഹം ഉണ്ടായിരിക്കരുത്. ആരിൽ നിന്നും ഒന്നും തന്നെ ചോദിച്ചു വാങ്ങരുത്. പണ്ട് ഭക്തിമാർഗത്തിൽ ഈശ്വരനിൽ നിന്നാണെങ്കിലും നാം യാചിക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു, അത് തരൂ ഇത് തരൂ എന്ന്. എന്നാൽ എപ്പോൾ മുതലാണോ നാം ഈ ജ്ഞാനം മനസ്സിലാക്കുന്നത്, അപ്പോൾ നാം അറിയുന്നു സ്വയം ഭഗവാൻ നമ്മുടെ അച്ഛനാണ്. അങ്ങനെയുള്ള അച്ഛൻ്റെ നമ്മൾ കുട്ടികളാണ്. അതിനർത്ഥം അച്ഛൻ്റെ എല്ലാ സമ്പത്തിലും നമ്മൾ കുട്ടികൾക്ക് അധികാരമുണ്ട്. യാചിക്കേണ്ടതോ ചോദിക്കേണ്ടതോ ആയ കാര്യമില്ല. ഇങ്ങനെയുള്ള പ്രഭുവിൻ്റെ കുട്ടികളാണ് നമ്മളിപ്പോൾ. ഇനി നമ്മൾ ചക്രവർത്തിയുടെ കുട്ടികൾ, രാജകുമാരി കുമാരന്മാർ ആകാൻ പോകുകയാണ്. അതിനാൽ നാം മനസ്സിലാക്കണം, നമ്മൾക്ക് എല്ലാ പ്രാപ്തികളുമുണ്ട്. ഈ പ്രാപ്തികളുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഒരു വസ്തുവിനോടും ഒരു കാര്യത്തോടും ആഗ്രഹമുണ്ടാകില്ല. ആഗ്രഹമുണ്ട് എങ്കിൽ ആ ആഗ്രഹം പൂർത്തിയാക്കുന്നതിനും നാം സമയം കൊടുക്കും. അങ്ങനെ പൂർത്തിയാക്കുന്നതിന് മറ്റാരിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നായാലും ചോദിച്ച് മേടിക്കുന്ന സ്ഥിതി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ബാബ പറയുന്നു, ഒരാഗ്രഹവും ഉണ്ടായിരിക്കരുത്. നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാം, നമ്മൾക്ക് സകല പ്രാപ്തികളും ബാബയിൽ നിന്ന് ലഭിക്കുന്നു. ചോദ്യം: ആരോഗ്യം ശരിയാക്കി വെക്കുന്നതിന് ഏത് ആധാരമാണ് വേണ്ടാത്തത്? ഉത്തരം: പല കുട്ടികളും മനസ്സിലാക്കുന്നു, വൈഭവങ്ങളുടെ ആധാരത്തിൽ ആരോഗ്യം ശരിയായിരിക്കും. എന്നാൽ ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഇവിടുത്തെ വൈഭവങ്ങളുടെ ആഗ്രഹം വയ്ക്കരുത്. വൈഭവങ്ങളിലൂടെ ആരോഗ്യം ശരിയാകില്ല. ആരോഗ്യം ശരിയാക്കി വെക്കുന്നതിന് ഓർമ്മയുടെ യാത്ര വേണം. പറയാറുണ്ട്, സന്തോഷം പോലെ മറ്റൊരു ടോണിക് ഇല്ല. നിങ്ങൾ സന്തോഷമായിരിക്കൂ, ലഹരിയിലിരിക്കൂ. യജ്ഞത്തിൽ ദദീജി ഋഷിയെ പോലെ തൻ്റെ അസ്ഥികൾ നൽകൂ, എങ്കിൽ ആരോഗ്യം നന്നായിരിക്കും. ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ബ്രാഹ്മണ ആത്മാക്കളായാലും ലോകത്തിലുള്ളവരായാലും. എന്നാൽ ലോകത്തിലുള്ളവർ മിക്കവാറും പലതരത്തിലുള്ള വൈഭവങ്ങളെ ആധാരമാക്കിയാണ് ആരോഗ്യം ശരിയാക്കി വെക്കുന്നത്. മരുന്നുകൾ, സർജറി തുടങ്ങിയ പല രീതികളിലൂടെയും അവർ ആരോഗ്യത്തെ നിലനിർത്താൻ നോക്കുന്നു. എന്നാൽ ബാബ നമ്മൾ കുട്ടികൾക്ക് വഴികാട്ടുകയാണ്, നമ്മൾ ഒരിക്കലും ആരോഗ്യമുണ്ടാകുന്നതിന് വൈഭവങ്ങളെ ആധാരമാക്കിയെടുക്കരുത്. ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കുന്നതിന് മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തണം. മനസ്സിന് ആരോഗ്യമുണ്ടാകുന്നത് ശക്തിശാലിയായ ബാബയുടെ ഓർമ്മയിലൂടെയാണ്. എത്ര നമ്മൾ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും. സന്തോഷം പോലെ മറ്റൊരു മരുന്നില്ല, ഒരു ടോണിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, സന്തോഷമായിരിക്കൂ, ലഹരിയോടെ ഇരിക്കൂ. ലോകത്തിലുള്ളവർക്കാണെങ്കിൽ ഈ ജ്ഞാനമില്ലാത്തത് കാരണം സന്തോഷത്തിലിരിക്കാനും ലഹരിയിലിരിക്കാനും സാധ്യമല്ല. എന്നാൽ നമ്മൾ കുട്ടികൾക്ക് ഈ അറിവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ഒപ്പം ബാബ പറയുന്നു, ഈ യജ്ഞത്തിൻ്റെ സേവനവും ചെയ്യണം. ഏതുപോലെ ദദീജി ഋഷി തൻ്റെ അസ്ഥികൾ യജ്ഞസേവനത്തിനായി നൽകിയോ, അതുപോലെ നമ്മളും അക്ഷീണരായി സേവനം ചെയ്യണം. ബാബയുടെ ഓർമ്മയിലൂടെ സന്തോഷത്തിലിരിക്കണം, ലഹരിയിലിരിക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരെയും പിണക്കരുത്, സ്വയം പിണങ്ങുകയും അരുത്. തൻ്റെ മിടുക്കിൻ്റെയോ സേവനത്തിൻ്റെയോ അഹങ്കാരം കാട്ടരുത്.
ഏതുപോലെ ബാബ കുട്ടികൾക്ക് ബഹുമാനം നൽകുന്നുവോ ഇങ്ങനെ സ്വയം തനിക്ക് തന്നെ ബഹുമാനം നൽകണം. 2. യോഗബലത്തിലൂടെ തൻ്റെ എല്ലാ ആഗ്രഹവും സമാപ്തമാക്കണം. സദാ ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. നമ്മൾ പ്രഭുകുമാരന്മാരിൽ നിന്ന് രാജകുമാരന്മാർ ആകുകയാണ്. സദാ ശാന്തിയിലിരുന്ന് സേവനം ചെയ്യണം. ഉള്ളിലുള്ള ഭൂതത്തെ മാറ്റിയെടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം ഒരിക്കലും സ്വയം പിണങ്ങരുത്, മറ്റുള്ളവരെ പിണക്കുകയും അരുത്. ആർക്കാണോ ഡ്രാമയുടെ രഹസ്യം ഓർമ്മയില്ലാത്തത് അവരാണ് പിണങ്ങുന്നത്. നാം ഒരിക്കലും പിണങ്ങരുത്. നമ്മൾ മറ്റുള്ളവരെ പിണക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യരുത്. സ്വയം ഞാൻ എത്ര മികച്ചതാണ് എന്ന അഹങ്കാരം കാട്ടരുത്. തീർച്ചയായും സോമാനത്തിലിരിക്കണം. എന്നാൽ നാം സേവനം ചെയ്യുന്നതിൽ കാട്ടുന്ന മികവ് അത് ബാബ നമ്മൾക്ക് നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന സേവനം അതും ബാബ നമ്മൾക്ക് നൽകിയതാണ്. അതിലൊരിക്കലും അഹങ്കരിക്കരുത്. ബാബ നമ്മൾ കുട്ടികൾക്ക് വളരെ ശ്രേഷ്ഠമായ ബഹുമാനം തരുന്നു. ഇതേ ബഹുമാനം നാം നമുക്ക് തന്നെയും നൽകണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എല്ലാ ആഗ്രഹങ്ങളെയും യോഗബലത്തിലൂടെ സമാപ്തമാക്കണം. ഇപ്പോൾ നാം പ്രഭുകുമാരന്മാരാണ്. നാം ഇനി രാജകുമാരന്മാരാകാൻ പോവുകയാണ്. ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. വളരെ ശാന്തമായി സേവനം ചെയ്യണം. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭൂതത്തെ മാറ്റിയെടുക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ ബാബയിൽ നിന്ന് ലൈറ്റിന്റെ കിരീടം പ്രാപ്തമാക്കുന്ന മഹാൻ ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതത്തിന്റെ പ്രത്യേകതയാണ് പവിത്രത. പവിത്രതയുടെ അടയാളമാണ് പ്രകാശത്തിന്റെ കിരീടം. അത് ഓരോ ബ്രാഹ്മണാത്മാവിനും ബാബയിൽ നിന്ന് പ്രാപ്തമാണ്. പവിത്രതയുടെ പ്രകാശത്തിന്റെ ഈ കിരീടം രത്നം വെച്ച കിരീടത്തെക്കാൾ അതിശ്രേഷ്ഠമാണ്. മഹാനാത്മാവ്, പരമാത്മാ ഭാഗ്യവാൻ ആത്മാവ്, ഉയർന്നതിലും ഉയർന്ന ആത്മാവ്, ഇവരുടെ ഈ കിരീടം അടയാളമാണ്. ബാപ്ദാദ ഓരോ കുട്ടിക്കും ജന്മം മുതൽ തന്നെ പവിത്ര ഭവ എന്ന വരദാനം നൽകുന്നു. അത് സൂചിപ്പിക്കുന്നതാണ് പ്രകാശ കിരീടം. നമ്മൾ ഓരോ ബ്രാഹ്മണ ആത്മാവും ഏത് സെക്കൻഡിൽ ബാബയെ തിരിച്ചറിയുന്നുവോ അപ്പോൾ ബാബയിൽ നിന്ന് ലഭിക്കുന്ന വരദാനമാണ് പവിത്രമായി ഭവിക്കട്ടെ എന്ന വരദാനം. പവിത്രത എന്നതാണ് ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഈ പവിത്രതയുടെ അടയാളമാണ് ലൈറ്റിൻ്റെ കിരീടം. അതായത് നാം ചിത്രങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്, ദേവീ ദേവതകൾക്ക് തലയ്ക്ക് പിന്നാലെ പ്രകാശത്തിൻ്റെ ഒരു വലയം കാട്ടുന്നു. ഈ പവിത്രതയുടെ കിരീടം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കിരീടമാണ്. രത്നം കൊണ്ടുള്ള കിരീടത്തെക്കാൾ ഉയർന്നതാണ്. നമ്മൾ ഓരോ ആത്മാക്കളും മഹാൻ ആത്മാക്കളാണ്. പരമാത്മാവ് സ്വയം നമ്മുടെ ഭാഗ്യം ഉണ്ടാക്കിത്തരികയാണ്. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന ആത്മാവാണ്. ഇതിൻ്റെ എല്ലാം ഒരടയാളമാണ് ഈ പ്രകാശ കിരീടം. സ്ലോഗൻ: പരിധിയില്ലാത്ത വിരക്ത വൃത്തിയിലൂടെ ആഗ്രഹങ്ങൾക്ക് വശപ്പെട്ട വിഷമിച്ചിരിക്കുന്ന ആത്മാക്കളെ വിഷമത്തിൽ നിന്ന് ദൂരെയാക്കൂ. ഓം ശാന്തി.